ഒന്ന് സബ്സ്ക്രൈബ് ഒന്ന് ഷെയർ ചെയ്യും. പിന്നെന്താണ് ഒരു പുളിങ്ങാപ്പിളിയോ? ഹായ് ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ വേൾഡ്. അങ്ങനെ ഇക്ക പോയി. അപ്പോഴത്തേനും മോൻ ഉണർന്നിട്ടുണ്ട്. ഇനി അവന് കുറച്ച് സമയമൊക്കെ കളിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ അവനൊന്ന് മേലൊക്കെ കഴുകിയിട്ട് ഡയപ്പറൊക്കെ ഒന്ന് ചേഞ്ച് ആക്കിയിട്ട് ഒന്ന് ഉറക്കാൻ നേരുതി. ഉറങ്ങിക്കഴിഞ്ഞാലേ ഉള്ളൂ എനിക്ക് എൻ്റെ കാര്യങ്ങൾക്ക് നിൽക്കാൻ പറ്റുള്ളൂ. അവൻ ഉണർന്ന് നിന്നിട്ട് ഒന്നും കംപ്ലീറ്റ് ആവില്ല. നമ്മൾ എന്തെന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതൊന്നും കംപ്ലീറ്റ് ചെയ്യാനൊന്നും അവൻ സമ്മതിക്കുന്നുണ്ടാവില്ല. അപ്പം അത് ഇടയ്ക്ക് വെച്ചിട്ട് നിൽക്കണതിനെക്കാട്ടിലും അവൻ ഉറങ്ങിയിട്ട് ചെയ്യാമെന്നായിരുന്നു. അങ്ങനെ അവനൊന്ന് ഉറക്കാമെന്ന് കരുതി. അവനെ ഉറക്കിയിട്ട് എനിക്കിതാ ഇക്ക പോയതിൻ്റെ കാര്യങ്ങളും ഒക്കെ ഒന്ന് റൂമൊന്ന് റെഡിയാക്കാനുണ്ടായിരുന്നു. കിടക്കാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് അവന് എണീക്കുമ്പോൾ എടുക്കണ ജോലിയിൽ നിന്ന് പെട്ടെന്ന് ഓടി വന്നിട്ട് അവനെ എടുത്തിട്ട് കിടക്കേണ്ടി വരും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ റൂമിൽ നിന്ന് പോവാറുള്ളത്. ഇച്ചുൻ്റെ യുദ്ധഭൂമിയാണ് കേട്ടോ ഇത്. അവനൊന്ന് ഹോംവർക്ക് ചെയ്തതിൻ്റെ ബാക്കി കാര്യങ്ങളാണ് ഈ കിടക്കുന്നത്. ഇപ്പോൾ ക്ലേ വെച്ചിട്ട് അപ്പുറത്ത് കളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചെറുതായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് സമയം കളിച്ചോട്ടെ എന്ന് കരുതിയിട്ടാണ്. ഇത് റെഡിയാക്കുമ്പോഴത്തേനും ആളെ എണീറ്റിട്ടുണ്ട്. ചെറിയൊരു കുറുമ്പൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും അവന് കുറച്ചൊക്കെ വാശി പിടിച്ചിട്ട് അവന് വീണ്ടും ഉറങ്ങി. ഇനി അടുത്ത ഉണരലിന് മുന്നേ എനിക്ക് എൻ്റെ ജോലികൾ ഒന്ന് തീർക്കാമെന്ന് കരുതി. ചിക്കൻ ഒന്ന് വൃത്തിയാക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിനിടയിൽ അവനോട് എണീറ്റിട്ടുണ്ടെങ്കിൽ എനിക്കതൊരു ബുദ്ധിമുട്ടാണ്. അതിൻ്റെ ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ കയ്യിലുണ്ടാവുമല്ലോ. അപ്പോൾ അവൻ എണീക്കുന്നതിന് മുന്നേ അത് പെട്ടെന്ന് തീർക്കാമെന്ന് കരുതിയിട്ട് ഞാനത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയായിരുന്നു. ഇതിനിടയിൽ അവൻ എണീറ്റതൊന്നുമില്ല കേട്ടോ. പിന്നെ അങ്ങനെ അവിടുന്ന് ചെറുതായിട്ട് സംസാരം കേൾക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ പെട്ടെന്ന് അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് വേഗം ഓടിപ്പോയി. അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം അവനങ്ങനെ ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ട് കിടത്തിയാൽ അവന് പിന്നെ കുറുമ്പ് പിടിക്കും. അത് റെഡിയായി കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയമായിരിക്കും. അപ്പോൾ അത് എനിക്ക് ടൈം വേസ്റ്റായി പോവുകയുള്ളൂ. അപ്പോൾ ചെയ്യുന്നത് പെട്ടെന്ന് അവിടെ നിർത്തിയിട്ട് അവൻ്റെ കരയിപ്പിക്കാണ്ട് ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവൻ പെട്ടെന്ന് തന്നെ ഉറങ്ങിത്തന്നോളും. അങ്ങനെ അവൻ്റെ അടുത്ത് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ ഈ ചുക്കാക്ക് ചെറിയൊരു ആഗ്രഹം, നൈറ്റ് ക്രേവിങ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ എന്താ ചിന്താവിഷ്ടയ ശ്യാമള, എന്താണ് കണ്ണിൽ ഉറക്കുണ്ടല്ലോ, പിന്നെ എന്തോങ്ങിയാല് നൈറ്റ് എക്സ്പ്ലോർ ഇച്ചുവിൻ്റെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾക്ക് ഉറങ്ങാഞ്ഞിട്ട് നേരം വൈകിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കരച്ചിലും സങ്കടം പറച്ചിലൊക്കെ ആയിട്ട് അവനും അങ്ങനെ ഉറങ്ങി. ഇനി കുറച്ച് സമയം ഒന്ന് നന്നായിട്ട് ഡീപ്പായിട്ടൊന്ന് ഉറങ്ങാമെന്ന് കരുതുന്നു. അവർ ഉറങ്ങുമ്പോൾ ഇത് നെറ്റിയിൽ ഇങ്ങനെ തടവി കൊടുക്കുമ്പോഴേ അവർ പെട്ടെന്ന് ഉറക്കം പിടിച്ചിട്ട് ഇങ്ങനെ പോകുന്നത് കാണാം. ഞാൻ ഇച്ചുവിന് അങ്ങനെയായിരുന്നു. അവനെ നെറ്റിയിൽ ഇങ്ങനെ തടവി കൊടുക്കുമ്പോൾ പെട്ടെന്ന് അവൻ ഉറങ്ങിയായിരുന്നു കേട്ടോ. ഇവന് പിന്നെ ഇതൊന്നും വല്ലാണ്ട് അങ്ങോട്ട് ഏൽക്കണില്ല. പിന്നെ ഇനി എനിക്ക് വാഷ് ചെയ്തതുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഉണക്കാനിടണം. അത് കഴിഞ്ഞിട്ട് ഉണക്കാനിട്ട സംഭവങ്ങൾ ആങ്കലിലേക്ക് വെക്കാനുണ്ട്, മടക്കി വെക്കാനുണ്ട്, തേക്കാനുണ്ട്. അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു.
പിന്നെ ഇതാ ഞാൻ കുറച്ച് പത്തിരി പരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ചുട്ടിട്ട് കാസറോളിലേക്ക് ആക്കി വെക്കാനുണ്ട്. ഇക്ക വരുമ്പോൾ എന്നാൽ പെട്ടെന്ന് എടുത്തിട്ട് കൊടുക്കാമല്ലോ. ചുടാനുള്ളൊരു സാവകാശം ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നുണ്ടാവില്ല മോനെണീറ്റാൽ. അതും കൂടെ ആയപ്പോഴത്തേനും അവന് വീണ്ടും എണീറ്റു. നല്ല സങ്കടമായി. അവന് ആ സമയത്ത് ഞാൻ അവൻ്റെ കൂടെ വേണം. എന്നാൽ അങ്ങനെ നമ്മളിങ്ങനെ കൊട്ടി കൊടുക്കുമ്പോൾ അവന് ചെറുതിലെ അങ്ങനെയാട്ടോ, അവൻ തൊട്ടിലിൽ കിടക്കുന്ന ഒരു ഇതല്ലായിരുന്നു. നല്ല പേടിയായിരുന്നു. കൂടെ തന്നെയാണ് കിടക്കുക. തുണിത്തൊട്ടിയിൽ കിടന്നിട്ടേ ഇല്ല. ഇനിയിപ്പോൾ ഇതായിക്ക് വരുമ്പോഴത്തേന് ഞങ്ങളൊന്ന് ഉറങ്ങട്ടെ കേട്ടോ.